വയനാട് കബനി നദിയിലെ മൈക്രോ പ്ലാസ്റ്റിക് സാന്നിധ്യത്തിൽ നടപടിക്കൊരുങ്ങി മാനന്തവാടി നഗരസഭ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിനായി റിവർ ക്ലീനിംഗ് റോബോട്ടുകളെ ഉപയോഗിക്കുമെന്നും ശുദ്ധജലം ഉറപ്പാക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ജേക്കബ് സെബാസ്റ്റ്യൻ പറഞ്ഞു. 24 വാർത്താ ചാനൽ കബനി നദിയിൽ മൈക്രോ പ്ലാസ്റ്റിക് സാന്നിധ്യം കൂടുതലുണ്ടെന്നുള്ള ന്യൂസ് കാണുകയുണ്ടായി. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. എല്ലാ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഈ റിവർ ക്ലീനിങ് റോബോട്ട്സ് ഉപയോഗിച്ച് മുഴുവൻ കളക്ട് ചെയ്ത് സംസ്കരിക്കുന്നതിനുള്ള നടപടിയും നഗരസഭ ചെയ്യുന്നതാണ്. നദിയിലെ മൈക്രോ പ്ലാസ്റ്റിക് സാന്നിധ്യത്തെപ്പറ്റി 24 നൽകിയ വാർത്തയിലൂടെയാണ് മാനന്തവാടി നഗരസഭ വിഷയം മനസ്സിലാക്കുന്നത്. ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വെല്ലുവിളിയായേക്കാവുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ജൈവസമ്പത്തിന്റെ സന്തുലിതാവസ്ഥ തകിടം മറിച്ചേക്കാമെന്നുള്ള മാനന്തവാടി മേരിമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ജന്തുശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ സനു വി ഫ്രാൻസിസിന്റെ വാക്കുകളാണ് നഗരസഭയെ നവീകരണ പദ്ധതി രൂപീകരണത്തിനായി ചിന്തിപ്പിച്ചത്. ഏറ്റവും ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിൽ ജീവിക്കുന്ന ചെറു ജീവികളും മത്സ്യങ്ങളൊക്കെ ആഹരിക്കുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൻസ് എന്ന് പറയും. അപ്പോൾ അവരും ഈ പറയുന്ന മൈക്രോ പ്ലാസ്റ്റിക്കും കൂടെ ഒരു അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇവരുടെ ആഹാരമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവർ കഴിക്കുകയും അത് ഇവരുടെ ഫിഷിൻ്റെയൊക്കെ ശരീരത്തിലെത്തി അത് മനുഷ്യ ശരീരത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ വിവിധ നദികളിൽ നടന്ന പഠനങ്ങൾ പ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട അളവിനേക്കാൾ കുറഞ്ഞ അളവിൽ മാത്രമേ കബനി നദിയിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളൂവെങ്കിലും മലിനീകരണ തോത് ദിനംപ്രതി കൂടുന്നതിനാൽ സ്ഥിതി ആശങ്കാജനകം തന്നെയാണെന്ന ഗവേഷണ സംഘത്തിന്റെ അഭിപ്രായം ശരിവെക്കുന്നതാണ് മാനന്തവാടി നഗരസഭയുടെ നടപടി. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.